voice of God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ചാനലിലൂടെ വീണ്ടും നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവജനം ഭൂമിയിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ, അതുവഴി ദൈവത്തെ പ്രസാദപ്പെടുത്തുവാൻ, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കിങ്ഡം ട്രെയിനിങ് എന്ന പേരിൽ ചില നാളുകളായി ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുകയാണ്. പലരും വളരെ ആഴത്തിലുള്ള ദൈവവചന ക്ലാസ്സുകളെന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഈ സമയം ഇന്ന് ദൈവരാജ്യം ഈ ഭൂമിയെ ഭരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഒരുങ്ങേണ്ടത് എന്ന് ദൈവവചനം ആധാരമാക്കി നാം മനസ്സിലാക്കാൻ പോവുകയാണ്. ഇന്ന് പ്രിയ ഷാജി സുന്ദരൻ പതിവ് പോലെ സ്റ്റുഡിയോയിൽ നമ്മളോട് കൂടെയുണ്ട്. കർത്താരദാസിനെ ഇന്ന് ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നു കർത്താവ് യേശു ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാനായി ഭൂമിയിൽ കടന്നു വന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാതെ മടങ്ങിപ്പോയി നാം വ്യക്തമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ മനസ്സിലാക്കി. തുടർന്ന് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാതെ മടങ്ങിപ്പോയി പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മിൽ കൂടെ ദൈവരാജ്യം സ്ഥാപിതമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന വിശ്വാസികളായ നമ്മിൽ ഓരോരുത്തരിലും കൂടെ എപ്രകാരമാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നത്? പ്രിയരെ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുക എന്ന് പറയുന്നത്, ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഭൂമിയെ ഭരിക്കുന്നത് ദൈവരാജ്യമല്ല, പിശാചിൻ്റെ രാജ്യമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:19 പറയുന്നത്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. പിശാചിൻ്റെ അധീനതയിലാണ് ഇന്ന് ഞാനും നിങ്ങളും നടക്കുന്ന ജീവിക്കുന്ന ഈ ഭൂമി. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പിശാചല്ല ഈ ഭൂമിയെ ഭരിക്കേണ്ടത്, ദൈവമായി ഭൂമിയെ ഭരിക്കേണ്ടത്. ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയെ ഭരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ അതൊരു ഭൗതിക രാജ്യമല്ല. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ഒരു ആത്മരാജ്യമാണ്. എങ്ങനെ? ഇന്ന് ഈ ഭൂമി ഭരിക്കുന്ന പിശാച്, കർത്താവ് യേശു പറയുന്നു, സാത്താനോട് എതിർത്താൽ പിന്നെ എങ്ങനെ അവൻ്റെ രാജ്യം നിലനിൽക്കും? ഒരു രാജ്യം തന്നെ ഛിദ്രിച്ചാൽ അതിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചുറ്റും നോക്കുമ്പോൾ ഇവിടെ പിശാചിൻ്റെ രാജ്യമൊന്നും കാണുന്നില്ല. പക്ഷേ പിശാച ഇവിടെ ഭരിക്കുന്നത്. അതെ, പിശാചിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ആത്മീയ രാജ്യമാണ്. പക്ഷേ അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ന് ജനത്തിലൂടെ ഈ ഭൂമിയിൽ കാണുവാൻ കഴിയും. കാരണം പിശാച് അക്യൂസർ എന്ന് പറഞ്ഞാൽ അപവാദി. ഒരു ചെറിയ കുറ്റമോ എന്തെങ്കിലും കണ്ടാൽ അപവാദം പറയുന്നതാണ് പിശാച്. ഇന്ന് ഈ ലോകത്തിലോട്ട് നോക്കിയാൽ ലോകത്തിൽ
അത് പരന്നു കിടക്കുകയാണ്. അതെ. ഒരു വ്യക്തിയുടെ നന്മ കാണാൻ ഇന്ന് ജനത്തിന് കഴിവ് കുറവാണ്. അതെ. 99 നന്മയും അതിൽ ഒരു കുറവും ഉണ്ടെങ്കിൽ ജനം കാണുന്നത് ആ 99 നന്മയല്ല, ആ ഒരു കുറവാണ്. അതെ. ഇതാണ് സാത്താനാണ് പിശാചിൻ്റെ കിങ്ഡമായി ഈ ലോകം ഭരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. അനേക തെളിവുകളുണ്ട്, അതിലൊരു തെളിവാണ്. കഴിഞ്ഞ ദിവസം ചർച്ചിലൊരു ദൈവദാസൻ കടന്നു വന്നു. ആ ദൈവദാസൻ കടന്നു വന്ന് മനോഹരമായി പ്രസംഗിച്ചു. ഗൾഫിൽ നടന്നൊരു കാര്യമായി പറയുന്നത്. നല്ല പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു വാക്ക് ഒന്ന് പാളിപ്പോയി. ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിവില്ലാഞ്ഞിട്ടായിരിക്കാം. എന്നാൽ ആ മനോഹരമായ ആ നല്ല പ്രസംഗം എടുക്കുവാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു മിക്ക ജനത്തിനും കഴിഞ്ഞില്ല. പകരം അദ്ദേഹത്തിൻ്റെ ടങ്ക് സ്ലിപ്പായ ഒരു ചെറിയ കാര്യമാണ് ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഇതേ ഒരു മെൻറ്റാലിറ്റി ജനത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഇതാണ് ഇവിടെ പിശാച് ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ഒരിക്കൽ ഒരു അനുഗ്രഹീത ദൈവദാസൻ ഇങ്ങനെ പറയുണ്ടായി. ഒരു വിശിഷ്ട അതിഥിക്ക് മനോഹരമായ ഒരു റോസാപ്പൂ ഒരൽപ്പം താഴെ നിന്ന് മുറിച്ച് ഒരു തണ്ടും ഒരു ഇലയും എല്ലാമായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ ഹോണർ ചെയ്യാൻ തക്കവണ്ണം ഇതുകൊണ്ട് കൊടുത്തു. ഉടനെ അതങ്ങ് വാങ്ങിച്ചു. വളരെ മനോഹരമായ റോസാപ്പൂ, നല്ല വാസന ഉണ്ടായിരിക്കാം. ഉടനെ അതങ്ങ് വാങ്ങിച്ച് അദ്ദേഹം ഉടനെ പറഞ്ഞു, അയ്യേ, ഈ കൊടുത്ത വ്യക്തി ചിന്തിച്ചു, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഞാൻ ഇത് കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലെ ചവിട്ടിയതാണോ? എന്താ വിഷയം സംഭവിച്ചത്? എന്തുവാണ് എന്ന അർത്ഥത്തിൽ ഒരു പരിഭവത്തോടെ ഈ വിശിഷ്ട അതിഥിയുടെ മുഖത്തേക്ക് നോക്കിയ ഈ വ്യക്തി കേൾക്കുവാനിടയായത്, അയ്യേ, ഇതിൻ്റെ മുള്ള് കണ്ടില്ലേ? ആ മനോഹരമായ റോസാപ്പൂ ഒരല്പം തണ്ടോടുകൂടി ഇലയോടുകൂടി മുറിച്ചപ്പോൾ അതിലൊരു മുള്ളുണ്ടായിരുന്നു. ഈ വ്യക്തി കണ്ടത് ഈ മനോഹരമായ റോസാപ്പൂ അല്ല, പകരം ആ വളരെ ചെറിയൊരു മുള്ളാണ് കണ്ടത്. അതെ. ഇതാണ് ഇന്ന് മനുഷ്യൻ്റെ മനസ്സ് പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ പേരാ സ്ട്രോങ് ഹോൾഡ്. പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. കോട്ട പിടിച്ച് കിട്ടിയിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സ് പിടിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ സ്വർഗം ഭൂമിയെ വാഴുമ്പോൾ, ദൈവരാജ്യം ഭൂമിയെ വാഴുമ്പോൾ സംഭവിക്കുന്നത് വ്യത്യസ്തമാണ്. ഇതാണ് കർത്താവ് യേശു ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് കടന്നു വരികയും ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ താൻ വെളിപ്പെടുത്തി സ്വർഗം എങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുന്നത്. ക്രൂശിൽ 2 കള്ളന്മാർ അപ്പുറവും ഇപ്പുറവും കിടക്കുകയാണ്.
ഇവർ ഒരുമിച്ച് കളവ് പഠിക്കാൻ പോയിട്ടുണ്ടാകാം, അതെ, ഒരുമിച്ച് കട്ടിട്ടുണ്ടാകാം, ഒരുമിച്ച് ചിലപ്പോൾ പലരെയും കൊന്നിട്ടുണ്ടാകാം, അവസാനം ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ടാകാം, തുടർന്ന് ഇപ്പോൾ ഒരുമിച്ച് ക്രൂശിലും വന്നിരിക്കുകയാണ്. അതെ, എന്നാൽ ഈ ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ യേശുവിനോടുകൂടെ ഒരല്പനേരം ആ ക്രൂശിലായിരുന്നപ്പോൾ അവൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകാനിടയായി. അതെ, ആദ്യം 2 കള്ളന്മാരും യേശുവിനെ ത്യജിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും വിടുവിക്ക്, ഞങ്ങളെയും വിടുവിക്ക്. എന്നാൽ ഒരല്പനേരം യേശുവിനോടുകൂടെ ക്രൂശിൽ കിടന്നപ്പോൾ ഒരു കള്ളൻ അവൻ യേശുവിനെ നോക്കി, മറ്റൊരു കള്ളൻ താഴെ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കമന്റ് ചെയ്യുന്ന, കളിയാക്കുന്ന ജനത്തെയും പടയാളികളെയും നോക്കി. ഒരല്പനേരം യേശുവിനെ ശ്രദ്ധിച്ച വ്യക്തി അവൻ ആളുമാറി. അതെ, ഒരല്പനേരം യേശുവിനോട് കൂടെ ആ ക്രൂശിലൊന്ന് കിടന്നതേ ഉള്ളൂ, ഒരു കള്ളൻ ആളുമാറി. അതെ, കാരണം അവൻ യേശുവിനെ ആ ക്രൂശിൽ ഒന്ന് കണ്ടു. ആമേൻ. എന്നാൽ മറ്റേ വ്യക്തിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. കാരണം മറ്റേ വ്യക്തി യേശുവിനോടുകൂടെ ക്രൂശിൽ കിടക്കുകയാണെങ്കിലും ആ വ്യക്തി നോക്കുന്നത് യേശുവിനെ അല്ല, ലോകത്തെയാ. അതെ, അപ്പോൾ പ്രിയരെ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന 2 രാജ്യത്തിൻ്റെ വൈരുദ്ധ്യമാണ്. അതേ തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മളിലൂടെ എങ്ങനെയാ ഈ ദൈവരാജ്യ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വപ്നമായത്. അതെ, തീർച്ചയായും നടക്കും. കാരണം ദൈവം ഒന്നും അവസാനിക്കാതെ ആരംഭിക്കാറില്ല. ആമേൻ. അതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിഫറൻസ്, ദൈവം ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യം എന്തിനാണ്? കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആമേൻ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. തൻ്റെ പ്രിഫറൻസ് പറയുക. അപ്പം വേണം, ചോറ് വേണം, കാറ് വേണം, ബംഗ്ലാവ് വേണമെന്നല്ല. അങ്ങയുടെ രാജ്യം വരണമേ. ആമേൻ. എവിടെ വരണം? ഭൂമിയിൽ. അങ്ങയുടെ രാജ്യം വരണമേ, ഭൂമിയിൽ വരണം. ആമേൻ. ദൈവരാജ്യം ഭൂമിയിൽ വരണം. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എങ്ങനെ അറിയാം? അടുത്ത വാക്യം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറണം. ആമേൻ. സ്വർഗത്തിൽ ദൈവം ഭരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാ സ്വർഗത്തിൽ നിറവേറുന്നത്. അതെ, എന്നാൽ ഭൂമിയിൽ പിശാച് ഭരിക്കുന്നത് കൊണ്ട് പിശാചിൻ്റെ ഇഷ്ടമാണ് ഇന്ന് മനുഷ്യനിലൂടെ ഭൂമിയിൽ നിറവേറുന്നത്. എന്നാൽ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ദൈവരാജ്യം ഭൂമിയിൽ വരണം. അതെ, സ്വർഗം ഭൂമിയെ ഭരിക്കണം. ആമേൻ. സ്വർഗത്തിലെ ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. കർത്താവ് സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞു,
ഞാൻ എൻ്റെ രാജാവിനെ സിയോൻ പർവ്വതത്തിൽ വാഴിച്ചിരിക്കുന്നു. ആമേൻ. സിയോൻ പർവ്വതം വെച്ചാൽ മറ്റൊന്നുമല്ല, യെരുശലേമാണ്. Praise the Lord. ദാനിയേൽ 2-ാം അധ്യായം പറയുകയാണ്, അന്നാളിൽ സ്വർഗത്തിലെ ദൈവം എന്നേക്കും മാറ്റമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. ആമേൻ. അത് ഒരു ജാതികൾക്കും കൈമാറുകയില്ല. അതെ. മനുഷ്യനായി കടന്നു വന്ന യേശുക്രിസ്തു ന്യൂയോർക്ക് അല്ല, സിഡ്നി അല്ല, ലണ്ടൻ അല്ല, ദുബായ് അല്ല, ജെറുസലേം തലസ്ഥാനമാക്കി ആമേൻ. ഈ ലോകം വാഴാൻ പോവുകയാണ്. Praise the Lord. ദൂതൻ മറിയയുടെ അടുക്കൽ വന്നപ്പോൾ പറയുണ്ടായി, നിന്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്ന ശിശു അവൻ അത്യുന്നതന്റെ പുത്രനാണ്. ആമേൻ. കർത്താവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ആമേൻ. ദാവീദ് ഭരിച്ചത് യെരുശലേമിലാണ്. അതെ. ദാവീദിന്റെ രാജ്യം അവസാനിച്ചതുപോലെ അത് അവസാനിക്കത്തില്ല. ആ രാജ്യത്വത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. ആമേൻ. പ്രിയരെ, ആ യേശുവിനോട് ചേർന്ന് ഒരിക്കലും അവസാനിക്കാത്ത രാജ്യത്ത് ക്രിസ്താനുരൂപമായി വെളിപ്പെടുന്ന നമ്മളും ഭരിക്കുവാൻ പോവുകയാണ്. യേശു അതാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ദൈവം തരുന്നത് കൊണ്ട്, കർത്താവ് തന്നതുകൊണ്ട് നാം ചിലതൊക്കെ നേടിയാൽ കർത്താവ് പറയുന്നു, നീ 5 പട്ടണങ്ങളെ ഭരിക്കുക, 5 നേടിയവൻ 5 പട്ടണങ്ങളെ ഭരിക്കുക, 10 നേടിയവൻ 10 പട്ടണങ്ങളെ ഭരിക്കുക. ആമേൻ. നാം ഇനി ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ നാളുകളിൽ നിങ്ങൾ ഒരുപക്ഷേ ചിന്തിക്കുമായിരിക്കാം, ഈ ദൈവദാസന് ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, ലോകത്തെക്കുറിച്ച് കാര്യമായിട്ടങ്ങ് പറഞ്ഞുകൂടെ? പ്രിയരെ, ദൈവവചനം പറയുന്നു, ലോകത്തിൽ നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം സ്വർഗത്തിലെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞു. ആമേൻ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുവാൻ ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ വചനം നമ്മളോട് പറയുന്നത്, സ്വർഗത്തിൽ നിങ്ങൾ അങ്ങനെ കരുതിയാൽ പോരാ. ആമേൻ. ഈ ഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ കാലത്തേക്ക് നിങ്ങൾ നല്ലൊരടിസ്ഥാനം ഇട്ടുകൊള്ളുക. അതെ. പ്രിയരെ,
ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ലോകത്തെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് പറഞ്ഞുകൂടെ? ആഗ്രഹമുണ്ട് മരുഭൂമിയിലെ ഐസ് കട്ടയെക്കുറിച്ച് പറയുവാൻ. ആഗ്രഹമുണ്ട്. പക്ഷെ അതിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മരുഭൂമിയിലെ ഐസ് കട്ട ഓരോ നിമിഷം തോറും അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ളവൻ അതിൽ കയറി പിടിക്കത്തില്ല. ബുദ്ധിയുള്ളവൻ ഐസ് കട്ടയെക്കുറിച്ച് പറഞ്ഞു നടക്കത്തില്ല. അതെ. കാരണം അത് ഓരോ നിമിഷവും ലയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. പൗലോസ് പറയുക, ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ മനുഷ്യൻ നാൾക്ക് നാൾ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അകത്തൊരുവനുണ്ട്, ദ ഇന്നർ മാൻ. ആമേൻ. നാൾക്ക് നാൾ അവൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവനാ സ്വർഗീയ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയാ ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ പോകുന്നത്. ആമേൻ. ആ വ്യക്തിയിലൂടെ ആ സ്വർഗം ഭൂമിയെ ഭരിക്കാൻ പോകുന്നത്. അതെ. പ്രിയരെ, നമ്മളുടെ ലക്ഷ്യം ആ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ലക്ഷ്യം തന്നെ ആയിരിക്കട്ടെ നമ്മളുടെ ലക്ഷ്യവും. ആമേൻ. വചനം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും. ഇപ്പൊ ലോകം ഉണ്ട്, ലോകത്തിന് എന്തുണ്ട്? മോഹമുണ്ട്. മോഹമുണ്ട്. അത് ഒഴിഞ്ഞു പോകും, അതിൽ നിൽക്കുവാൻ കഴിയില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ പല അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ അനുഗ്രഹങ്ങൾക്കൊന്നും, കാറ് തന്നിട്ടുണ്ട്, ഭവനം തന്നിട്ടുണ്ട്, പല പല നന്മകൾ തന്നിട്ടുണ്ട്. അതെ. പക്ഷെ എൻ്റെ ദൃഷ്ടി നേരത്തെ കാറിലായിരുന്നു, ഭവനത്തിലായിരുന്നു, പണത്തിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നുമില്ലായ്മയെ തുടർന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. ആമേൻ. കാരണം ഇത് ഏതാനും ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അതെ. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ആമേൻ. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ദൈവ ഇഷ്ടം ചെയ്താൽ നാം എന്നേക്കും നിലനിൽക്കുവാനായിട്ടിടയാകും. ദൈവ ഇഷ്ടത്തിൻ്റെ പ്രാഥമികത നമ്മൾ ചോദിക്കുമ്പോൾ, പ്രിയരെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളുടെ ശുചീകരണം. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആ ശുചീകരിക്കപ്പെട്ട ജനത്തിലൂടെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കുക എന്നുള്ളത്. കർത്താവിൻ്റെ ദാസൻ ചോദിച്ച ആ ചോദ്യം, എങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കുവാൻ നമ്മളിലൂടെ, മനുഷ്യരിലൂടെ കഴിയും? ഇന്ന് നമ്മളുടെ ഹൃദയം, വീണ്ടും ജനിച്ച മക്കളുടെ ഹൃദയം ലോകത്തിൻ്റെ പാറ്റേണില്ല. ലോകത്തിൻ്റെ സ്ട്രോങ് ഹോൾഡുകളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ലോകത്തിൻ്റെ കോട്ടകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇതിനെ നാം ശുചീകരിച്ച് അതിലുള്ള വ്യവസ്ഥകൾ ദൈവവചനത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശുചീകരിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറച്ച് നാം ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മളിലൂടെ ദൈവരാജ്യം ഈ ഭൂമിയെ ഭരിക്കുവാൻ, ഈ ഭൂമിയെ സ്ഥാപിതമാകുവാൻ, സ്വർഗം ഭൂമിയെ ഭരിക്കുവാൻ ഇടയാകും.
പ്രിയ ദൈവജനമേ, തുടർന്ന് യേശുവിൻ്റെ പാതകളിൽ ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ ശരണപ്പെടാം. ഈ സന്ദേശത്തിനെ കുറിച്ചുള്ള, ഇതിൻ്റെ പഴയ എപ്പിസോഡുകളെക്കുറിച്ചുള്ള, ഇതിൻ്റെ മുമ്പിലുള്ള എപ്പിസോഡുകളെക്കുറിച്ചുള്ള കിങ്ഡം ട്രെയിനിങ്ങിൻ്റെ CD DVD നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. അതോടൊപ്പം തന്നെ പ്രിയ ദൈവത്തിൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചുള്ള അനുഗ്രഹീതമായ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളത് ബുക്ക് ഷോപ്പിൽ നിന്ന് ചോദിച്ച് വാങ്ങി മനസ്സിലാക്കുവാനിടയാകണം. ഇവിടെ എടുക്കുന്ന ഈ ക്ലാസ്സുകളുടെ ഒരു ഫൗണ്ടേഷൻ, ഓൺലി എ ഫൗണ്ടേഷൻ, ഒരു അടിസ്ഥാനം നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പാല് മാത്രമേ ഇതിലുള്ളൂ. ഫാരക്സിൻ്റെ രൂപത്തിലുള്ള ആത്മീയമായ സന്ദേശങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. ഇത് നിങ്ങൾ വാങ്ങിക്കുക, ഇത് മനസ്സിലാക്കുക, തുടർന്ന് ആത്മീയ ജീവിതത്തിൽ മുന്നേറുക. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം അനുവദിക്കുന്നതിന് അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക.